അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ഡോക്ടർ മൊയ്ൻ ഹുദവി. ഞാൻ സൈത്തുൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടിങ് ഡയറക്ടറും സിഇഒയുമാണ്. കഴിഞ്ഞ 10-12 വർഷമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെൻറ്റ് മേഖലയിലും എജ്യൂപ്രണർഷിപ്പിലൊക്കെ വർക്ക് ചെയ്യാണ്. എന്നോട് പലപ്പോഴായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, ഒരുപാട് ട്രെയിനേഴ്സും കോച്ചുമാരൊക്കെ ഉണ്ട്, അവരൊന്നും സ്വന്തമായിട്ട് ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ സാറ് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലക്ഷങ്ങൾ കൊടുത്ത് ഒരുപാട് കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്. വൈ കാണ്ട് യു കമ്മ്യൂണിക്കേറ്റ്, കൺവേ യുവർ മെസ്സേജ് ടു പീപ്പിൾ സോ ദാറ്റ് സോ മെനി പീപ്പിൾ വിൽ ഗെറ്റ് ബെനിഫിറ്റഡ്. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനിൽ നിന്നാണ് ഒരുപാട് പേർക്ക് ഉപകാരം കിട്ടട്ടെ, സയൻറ്റിഫിക്കലി ഒരു ഓൺട്രപ്രണർഷിപ്പ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബേസിക്സ് ആയിട്ടുള്ള അറിവുകൾ നേടട്ടെ എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. വീക്കിലി നമ്മൾ ഒരു വീഡിയോ ആണ് നമ്മൾ അപ്പ് ചെയ്യുന്നത്. എല്ലാ ശനിയാഴ്ചയായിരിക്കും നമ്മുടെ വീഡിയോസ് വരിക. അപ്പോൾ സീരിയസ് ആയിട്ട് ഉള്ള ആളുകൾക്ക് നമ്മളൊരു കമ്മ്യൂണിറ്റി കൂടിയുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആൻസർ ചെയ്യും. ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഓരോരുത്തരും ഒരു ക്ലാസ്സിൻ്റെ മോഡിൽ തന്നെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രസൻ്റ് ആവുന്ന സമയത്ത് എല്ലാവരും പ്രസൻ്റ് എന്ന് കമൻറ്റ് ചെയ്യുക. പ്രസൻ്റ് എന്ന് കമൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുക. അതിനൊക്കെ പുറമെ നിങ്ങൾക്ക് വരുന്ന എല്ലാ ഡൗട്ട്സും, നിങ്ങൾക്കുള്ള ഡിസഗ്രിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കൂടുതൽ പഠിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കും. ചില സമയത്ത് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ട ഏരിയകളായിരിക്കും. ആ ഏരിയകൾ നമ്മൾ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യും. ഈ രൂപത്തിലാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇനീഷ്യലി 2 months നമ്മൾ ബേസിക്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഏരിയയിൽ ബിസിനസ്സിൻ്റെ ബാലപാഠങ്ങൾ, ഏതൊരാളും അറിയേണ്ട ബാലപാഠങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കോൺസെപ്ച്വലി ഉള്ള ബാലപാഠങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് ബിസിനസ്സിൽ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുക 2 ട്രാപ്പുകളെ കുറിച്ചാണ്. ഒന്ന് അഡ്രിനാലിൻ ട്രാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ട്രാപ്പും, മറ്റൊന്ന് പേഴ്സണാലിറ്റി സെൻട്രിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ട്രാപ്പ്. ഒന്നിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഓവറോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ കിട്ടും. ആദ്യമായിട്ട് വാട്ട്സ് ബിസിനസ്, ബിസിനസ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ബിസിനസ് എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം, പ്രോസസ് ഓഫ് വാല്യൂ ക്രിയേഷൻ. അതെല്ലാവരും പറയുന്നതാണ്. ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷെ വെരി ഇമ്പോർട്ടൻ്റ്ലി വിത്തൗട്ട് ഡിപ്പെൻഡിങ് എ സ്പെസിഫിക് പേഴ്സൺ, ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ബിസിനസ്സിനെ നമുക്കൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. അതിന് പറയുന്നതിൻ്റെ പേര് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് വാല്യൂ ക്രിയേഷൻ വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ എ സ്പെസിഫിക് പേഴ്സൺ എന്നുള്ളതാണ്. 3 രൂപത്തിലാണ് നമ്മൾ ഇൻകം ജനറേഷൻ സാധാരണയായിട്ട് കാണാറുള്ളത്. ഒന്ന് ജോബാണ്. ജോബിൻ്റെ പ്രത്യേകത എന്താണ്? ജോബിൽ ഒരു വ്യക്തി ആയിരിക്കും, ഒരു സ്കില്ലായിരിക്കും, ഒരു ഇൻകം സ്ട്രീം ആയിരിക്കും. ഈ 3 രൂപത്തിലാണ് ജോബ് ഉണ്ടാവുക. എന്നാൽ ഈ ജോബ് സ്കെയിലബിൾ ആണോ? ഒരിക്കലും അല്ല. ജോബ് ഒരു ഫ്രജൈലായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അയാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതോടുകൂടി എന്ത് ചെയ്യും, ആ ജോബ് നിൽക്കും, വരുമാനം നിൽക്കും, വേറെ പ്രത്യേകമായിട്ടുള്ള ഇൻകം സ്രോതസ്സുകളൊന്നും ഉണ്ടാവില്ല. ഇതാണ് ജോബിൻ്റെ ഒരു പ്രശ്നം. ഇനി രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹൂ സേ ദാറ്റ് ഐ ആം എ ബിസിനസ് മാൻ ഓർ സെൽഫ് എംപ്ലോയിഡ്. ഇപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ വി ഡു കൺഫ്യൂസ് വിത്ത് ബിസിനസ്. സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ആളുകൾ സാധാരണ പറയുന്നൊരു കാര്യം എന്താ, ഐ റൺ ദ ബിസിനസ്, ഞാൻ ബിസിനസ് നടത്തുകയാണ്. അല്ലെങ്കിൽ ബിസിനസ്സുകാർ, ഒരു ഫൗണ്ടർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ തെറ്റുദ്ധാരണയാണ്, ഞാനുണ്ടെങ്കിൽ ആ ബിസിനസ് നടക്കുകയുള്ളൂ, എന്നെക്കൊണ്ടാണ് ഈ ബിസിനസ് നടക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയും. ബേസിക്കലി ആ രൂപത്തിലുള്ള നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ശരിക്കും ഒരു സെൽഫ് പെയ്ഡ് പ്രോബ്ലമാണ്. ഇറ്റ്സ് നോട്ട് എ ബിസിനസ്. അപ്പോൾ അതൊരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സെൻട്രാലിറ്റി ഡിസ്ഗൈസ്ഡ് ആസ് ഓൺട്രപ്രണർഷിപ്പ്. സെൻട്രാലിറ്റി എന്ന് പറയുന്നത് ഞാൻ സെൻട്രായിരിക്കും, എല്ലാം ഞാൻ സെൻട്രാണ്. അപ്പോൾ ഞാൻ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ, അപ്രൂവൽ എൻ്റെ ഭാഗത്താണ്, ഡിസിഷൻസ് എൻ്റെ കയ്യിലാണ്, ജോബ് റോൾസൊക്കെ ഞാൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ്, കൃത്യമായിട്ട് ഡോക്യുമെൻറ്റഡ് അല്ല. ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയൂല, ഈവൻ എൻ്റെ സെയിൽസ് ടീമിന് പോലും അറിയൂല എങ്ങനെയാണ് ഈ സ്ഥാപനത്തിനെ പരിചയപ്പെടുത്തേണ്ടത് എന്ന്. അപ്പോൾ ഇതൊരു സെൽഫ് എംപ്ലോയിഡ് പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ പ്രശ്നം എന്താ, ഇയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതോടുകൂടി അതോടുകൂടി ആ ബിസിനസ് എന്ത് ചെയ്യും, മരിച്ചു പോകുന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സാധാരണ എൻ്റെ സാറ് പറയാറുണ്ട്, അതോടുകൂടി ആ ബിസിനസ് ഇന്നാലില്ലായി വൈന്നായിലെ രാജ്യവും. ഇവർക്ക് ആകെ സന്തോഷം ഉണ്ടാകുന്ന 2 സമയമാണ്. ഒന്ന് ഹർത്താലും, മറ്റൊന്ന് പെരുന്നാളും. കാരണം എന്താ, ഹർത്താലും പെരുന്നാളിനും എല്ലാവരും നിർബന്ധമായിട്ടും ക്ലോസ് ചെയ്യണം.
കോവിഡ് ഉണ്ടായ സമയത്ത് 6 മണിയോട് കൂടി 5 മണിയോട് കൂടി ഷോപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു, എല്ലാവരും ക്ലോസ് ചെയ്യും. പക്ഷെ ആരെങ്കിലും ചില ആളുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പ്രഷർ വരും, അപ്പോൾ നമുക്കും ഓപ്പൺ ആക്കി ഇടേണ്ടി വരും. ഒരുപാട് ഷോപ്പുകൾ ലാഭമില്ലെങ്കിൽ പോലും ഓപ്പൺ ആയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുന്നത് ഈ ഒരു പ്രഷർ കാരണമാണ്. ഇപ്പോൾ സെൽഫ് എംപ്ലോയ്മെന്റിൽ സാധാരണ പറയുന്നതാണ് ഐ റൺ ദ ബിസിനസ് ബട്ട് സെൻട്രാലിറ്റി ഡിസ്ഗൈസ്ഡ് ആസ് ഓണ്ടർപ്രണർഷിപ്പ്. സെൽഫ് എംപ്ലോയ്മെന്റിൽ ഈ 3 സാധനങ്ങൾ ഉണ്ടാവുക. ഒന്നുകിൽ നമുക്ക് ഹെൽപ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അസിസ്റ്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്മോൾ ടീം ഉണ്ടാവും. ഇത് 3ലും വളരെ പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു സാധനം യു എന്നതാണ്. ഞാനാണ് അവിടെ എല്ലാം, നമ്മളിൽ കേന്ദ്രീകൃതമാണ്. ഇങ്ങനെയാവുമ്പോൾ എന്താ റിസൾട്ട്? ബേൺ ഔട്ട് ആവും. ഇത് എത്ര കാലം കഴിയും? എത്ര കാലം ഫാമിലിക്ക് സമയം കൊടുക്കാതെ, എത്ര കാലം കുട്ടികൾക്ക് സമയം കൊടുക്കാതെ, എത്ര കാലം ഒരു ട്രിപ്പ് പോലും പോവാതെ നമ്മുടെ നാടുകളിലും കുടുംബത്തിലുള്ള എല്ലാ സൽക്കാരങ്ങളും പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് മാത്രം ചിന്തിച്ച് ക്വാളിറ്റി ടൈം ആർക്കും സ്പെൻഡ് ചെയ്യാതെ എത്ര കാലം കഴിയും? മാത്രമല്ല ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണ്? അൾട്ടിമേറ്റ്ലി നമ്മുടെ ഈ ഒരു അധ്വാനത്തിന് നമ്മളോട് കൂടി മരണപ്പെട്ടു പോകും. നമുക്കതിനെ ഒരു ലെഗസി ഡ്രിവൺ ഒരു ബിസിനസ് ആക്കി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും വലിയ ട്രാപ്പാണ് അഡ്രിനാലിൻ ട്രാപ്പ്. അഡ്രിനാലിൻ ട്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ തോന്നുകയാണ് ഞാൻ ഭയങ്കരമായിട്ട് ഐ എം ഡൂയിങ് സംതിങ്, ഇന്നത്തെ ദിവസം ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു എന്നാണ് പറയുക. ഫൗണ്ടർ രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹം പണിയെടുത്തിട്ടുണ്ടാവും ഫിസിക്കൽ വർക്ക്. അവർ വിചാരിക്കുന്നത് ഫിസിക്കൽ വർക്ക് എടുക്കുക എന്നുള്ളതാണ് ഒരു ഫൗണ്ടർ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഐഡിയേഷനിലാണ് വർക്ക് ചെയ്യേണ്ടത്. അത് അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ കൃത്യമായിട്ട് പറയും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ സ്ലോ ബേൺ ഔട്ട് എന്ന രൂപത്തിലേക്ക് നമ്മൾ വരും. ഇനി ബിസിനസ്സാണ്. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യേണ്ടത്. 4 പ്രധാനപ്പെട്ട ഏരിയകളിലാണ് ബിസിനസ്സിലുള്ളത്. ഒന്ന്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഒന്ന് റോളാണ്, മറ്റൊന്ന് ഓഥറിറ്റി, മറ്റൊന്ന് പ്രോസസ്, മറ്റൊന്ന് ഡിസിഷൻ. ഈ 4 ഏരിയകളും കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് നല്ലൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. റോൾസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. ഓരോരുക്കും കൃത്യമായിട്ട് റോൾ വേണം. ഇപ്പോൾ സ്കൂളിൽ ഒരു പ്രിൻസിപ്പൽ ഉണ്ട് എന്ന് കരുതുക. സപ്പോസ് ഈ പ്രിൻസിപ്പൽ പോയാൽ അടുത്തൊരു പ്രിൻസിപ്പളിന് വരാവുന്ന രൂപത്തിൽ ആ റോൾ കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് റോൾ ആയിരിക്കണം. ഒരു സെയിൽസ് മാനേജർ പോയാൽ പുതിയ ആൾക്ക് വരാൻ സാധിക്കണം. ഈ രൂപത്തിൽ കൃത്യമായിട്ടുള്ള റോൾസ് നമ്മുടെ സ്ഥാപനത്തിൽ വേണം, റിട്ടൺ റോൾസ്. അതിനൊക്കെ പുറമെ ഓഥറിറ്റി ഈസ് ഡിഫൈൻഡ്. ചില സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ എല്ലാ അധികാരം ഫൗണ്ടർക്കായിരിക്കും. ഒരു ഒപ്പിടണമെങ്കിൽ ഫൗണ്ടർ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയൽ മൂവ് ചെയ്യണമെങ്കിൽ ഫൗണ്ടർ വേണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ലീവ് കൊടുക്കണമെങ്കിൽ ഫൗണ്ടർ വേണം. ഒരേ സമയത്ത് തന്നെ HR-ഉം ഫിനാൻസും R&Dയും IT-യും എല്ലാം ഫൗണ്ടർ ഡീൽ ചെയ്യുന്ന രൂപത്തിൽ. ഇങ്ങനെ ആയാലും ഒന്നും നടക്കൂല. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ നിരക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഓഥറിറ്റി കൃത്യമായി ആർക്ക് ഏത് വരെ, എത്ര ക്യാഷ് വരെ, പെറ്റി ക്യാഷ് വരെ ഫിനാൻസ് മാനേജർക്ക് കൊടുക്കാം, എത്ര വരെ അക്കൗണ്ടിനെ അലോ ചെയ്യാം, അതിനപ്പുറത്ത് എത്ര വരെയാണ് പിന്നീട് ഫൗണ്ടർക്ക് അലോ ചെയ്യും. ഇങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിരിക്കണം. പ്രോസസ്സസ് ആർ ഡോക്യുമെൻറ്റഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഡോക്യുമെൻറ്റഡ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് ആളുകളൊക്കെ ഇതിനോടൊക്കെ ഒരു വിമുഖത കാണിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഗ്രോ ചെയ്യുമ്പോൾ ഇതൊന്നും ഇല്ലാതെ നടക്കൂല. അപ്പോൾ പ്രോസസ്സസ് ആർ ഡോക്യുമെൻറ്റഡ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഫൗണ്ടർ ഒരാളോട് സംസാരിക്കുമ്പോൾ, സെയിൽസ്മാൻ്റെ രൂപത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളതിലെ പാഷനും ഇമോഷനും കോണ്ടൻ്റൊക്കെ കയറ്റി ഏതൊരാളെയും നമുക്ക് പറഞ്ഞ് വീഴ്ത്താൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ സെയിൽസ് മാനേജറും സെയിൽസ് ടീമിനും സാധിക്കൂല. അപ്പോൾ എന്ത് വേണം? സെയിൽസ് മാസ്റ്ററി വേണം. സെയിൽസ് മാസ്റ്ററിക്ക് കൃത്യമായിട്ട് നമ്മുടെ ക്യാമ്പസിൽ വരുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് ഓരോന്നും അവരെ ട്രെയിൻ ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെ പറയുന്നുവോ അതുപോലെ അവരെ കൊണ്ട് പറയാൻ നമ്മൾ പ്രാപ്തരാക്കണം. ഇനി സ്വാഭാവികമായിട്ട് ഇപ്പോൾ സൈത്തൂൻ ക്യാമ്പസിൽ 3 ക്യാമ്പസുകളുണ്ട്, ഇനി മറ്റു ക്യാമ്പസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പസിൽ ഓറിയൻറ്റേഷൻ സമയം, അതേ സമയത്തായിട്ട് അടുത്ത ക്യാമ്പസിൽ ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇവിടെ ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന പ്രിൻസിപ്പളും മറ്റേ ക്യാമ്പസിൽ ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന പ്രിൻസിപ്പളും ഇനീഷ്യലി ഒരേ കാര്യങ്ങളാണ് പറയേണ്ടത്. കാരണം അതിനൊരു ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്താൽ എല്ലാ ക്യാമ്പസിലും നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇങ്ങനെ ഓരോ ഫേമിലും കൃത്യമായിട്ട് ഈ പ്രോസസ്സ് ഡോക്യുമെൻ്റ് ആയിരിക്കും. സാധാരണഗതിയിൽ ഇത് സംഭവിക്കുക ഫൗണ്ടറെ മെമ്മറിയിലായിരിക്കും ഈ പ്രോസസ്സ് ഉണ്ടാവുക. നമ്മൾ ഓർമ്മയിൽ അതുണ്ടാവും,
പക്ഷെ അത് നമ്മൾ റിട്ടേൺ ആക്കിയിട്ടുണ്ടാവും. ഇത് വലിയൊരു പ്രശ്നമാണ്. ഒരു ബിസിനസ് സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ ഇത് സാധ്യമല്ല. മറ്റൊന്ന്, ഡിസിഷൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് നോട്ട് ഹോർഡഡ്. ഓരോ തീരുമാനം എടുക്കാനുള്ള കഴിവ് ഓരോരുത്തർക്കും കൊടുക്കണം. ഡിസിഷൻസ് മുഴുവനും ഫൗണ്ടറും സിഇഒന്റെ കയ്യിലാണെങ്കിൽ ഒരു കാര്യം നടക്കൂല. എന്നിട്ട് ഇങ്ങനൊക്കെ നമ്മൾ ഒരുക്കൂട്ടിയിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മളെ ബിസിനസ് സ്കെയിലബിൾ ആവില്ല, അതിന് ഗ്രോത്ത് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതിനൊക്കെ പുറമെ നമ്മൾ ബേൺ ഔട്ടും ചെയ്യും. നേരെ മറിച്ച് നമ്മളെ ബിസിനസ് സ്ട്രക്ചറുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അത് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കും. ഓരോ ബിസിനസ്സും ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനാണ്. ഒരുപാട് മനുഷ്യർക്ക് ഉപകാരമുള്ള ഒരു ബിസിനസ്സാക്കി നമുക്ക് മാറ്റാൻ കഴിയും. ഒരുപാട് പേർക്ക് ഉപകാരം നൽകാൻ കഴിയും. ഇതാണ് ബിസിനസ് ഒരു സ്ട്രക്ചറുള്ള ഒരു ബിസിനസ് ആയാലുള്ളൊരു ഉപകാരം. ഇനി ഇത് നമ്മുടെ ഒരു ഇതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ മുഴുവൻ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോസിലും മറ്റുമായിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ കഴിയും. ഇനി വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് എന്ന് വെച്ചാൽ, ഇഫ് യു ആർ എ ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളിലുള്ള ആളാണെങ്കിൽ ഫൗണ്ടർ റിമൂവൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടെസ്റ്റാണ്. മറ്റു ടെസ്റ്റുകളൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള. ഫൗണ്ടർ റിമൂവൽ ടെസ്റ്റ്, നിങ്ങളെ ബിസിനസ്സിൽ നിന്നും ഒരു 60 ഡേയ്സ് 60 ദിവസം നിങ്ങൾ മാറി നിന്നാൽ ആ ബിസിനസ്സിന് സംഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട വീക്ക് പോയിന്റ്, അതിൻ്റെ സെയിൽസ് ആകെ കോളാവും. ഒരു ഉദാഹരണത്തിന് ഫൈനാൻസ് അക്കൗണ്ട്സ് ആകെ പാപ്പറായി പോവും. ഇങ്ങനെ വ്യത്യസ്ത ഏരിയകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ആ ബിസിനസ് അതോടുകൂടി എന്തെയും മരിച്ചു പോകും. ഈ രൂപത്തിലാണ് ഉള്ളതെങ്കിൽ ആ ഒരു 3 ഏരിയകൾ ഓരോരുത്തരും പ്രധാനമായിട്ട് എഴുതി വെച്ചാൽ, കമൻറ്റ് ചെയ്താൽ നമുക്ക് ഓരോരുത്തരും എന്താണ് കോമൺ ആയിട്ട് വരുന്നത് എന്ന് കാണാൻ കഴിയും. അതിനൊക്കെ പുറമെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടെയാണ് ആളുകൾക്ക് പാളുന്നത് എന്ന്. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരമുള്ളൊരു കാര്യമായിട്ട് തീരും. ആ 3 പോയിന്റ്സ് ഇപ്പോൾ തന്നെ റൈറ്റ് നൗ നമ്മൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ചെയ്തോ? ഓക്കെ, കമോൺ. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം, ഏതൊരു ബിസിനസ് ക്ലാസ്സും നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് R&D ആൻഡ് ലേണിംഗ്. പഠനം നടക്കണം. ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ അറിയണം. പക്ഷേ എല്ലാ കോണ്ടന്റും ഒരു പക്ഷേ നമുക്ക് ഉപകാരപ്പെടണമെന്നില്ല. അതിൽ ചില പോയിന്റ്സ് ആയിരിക്കും നമുക്ക് ഉപകാരപ്പെടുക. ഇപ്പം നമുക്ക് റെലവൻസ് ആണ് ഇന്ന് ഇമ്പോർട്ടൻറ്റ്. കോണ്ടന്റ് ഇന്ന് അവൈലബിൾ ആണ്, റെലവൻസ്. അപ്പോൾ റെലവൻസ് കിട്ടണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നിങ്ങളെ സംശയങ്ങളും കാര്യങ്ങളും, അവിടെ പേഴ്സണൽ മെൻറ്റോറിംഗ് ഉണ്ട്, Q&A സെഷൻസ് പറ്റുവാണെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ ഒരു 4 ലെയേർഡ് അസസ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ബിസിനസ്സുകാർക്ക് വേണ്ടത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസർ ദ ഫോളോയിങ് അല്ലല്ലോ, വേറെ രൂപത്തിലുള്ള റിഫ്ലക്ഷൻ ടൈപ്പ് കാര്യങ്ങളിലൂടെയുള്ള ഒരു 4 ലെയേർഡ് അസസ്മെൻറ്റ് ടൈപ്പും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു സ്കാനിങ് നമുക്ക് നടത്താൻ കഴിയും. നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ കൺസൾട്ടൻ്റ് ആരാ അറിയെങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യും. നമ്മളെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ കൺസൾട്ടൻ്റ് നമ്മളാണ്. കാരണം നമ്മുടെ ബിസിനസ്സിൻ്റെ എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മളാണ്. പിന്നെ നമുക്ക് വേണ്ടി കൺസൾട്ട് ചെയ്യുന്നവർ നമ്മളെ അസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഫിലോസഫി, വാല്യൂസ് ഒക്കെ അതിലൊക്കെ നിന്ന് ആ ഫ്രെയിം വർക്കിൽ നിന്ന് ഇതിനെങ്ങനെ ഈസി ആക്കാൻ കഴിയുമെന്നത്. അപ്പോൾ ഒരു 4 ലെയേർഡ് അസസ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയും എന്നാണ് ആ കമ്മ്യൂണിറ്റി കൊണ്ടുള്ള ഒരു ഉപകാരം. ഇത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നതിൻ്റെ ഓവറോൾ ഒരു സ്ട്രക്ചറാണ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഈ വീക്ക് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു പ്രധാനപ്പെട്ട കോട്ട് എന്ന് പറയുന്നത്, ഇഫ് യുവർ ബിസിനസ് കൊളാപ്സസ് വിത്തൗട്ട് യു, യു ഡു നോട്ട് ഓൺ എ ബിസിനസ്, യു ഓൺ എ വെൽ പെയ്ഡ് പ്രോബ്ലം. യു ഓൺ എ വെൽ പെയ്ഡ് പ്രോബ്ലം. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ മാറി നിന്നാൽ പരാജയപ്പെടുമെങ്കിൽ നിങ്ങളൊരു ബിസിനസ് അല്ല നടത്തുന്നത്, യു ആർ ഓണിങ് എ വെൽ പെയ്ഡ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുക. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു പീപ്പിൾ. സോ കീപ്പ് ഓൺ ഫോളോയിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ സ്ട്രക്ചർ ചെയ്ത് മറ്റൊരു ലെവലിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു സൂൺ. താങ്ക് യു സോ മച്ച്.